ഈ മാസത്തെ ഭാഷാഭൂഷണിയിൽ ഒരു ചെറിയ കഥയുണ്ട്. ചിത്രശലഭത്തെ നോക്കിയിട്ട് പൂവിന് താഴെയുള്ള ആ ചെടിയുടെ ഇലകൾ പറയുന്നു, നീ ഒരു പുഴുവായിരുന്നു, നീ ഒരു പുഴുവായിരുന്നു, നീ ഒരു പുഴുവായിരുന്നു. അത് കേൾക്കുമ്പോൾ ശലഭത്തിൻ്റെ ചിറകടികൾ നിലയ്ക്കുന്നു, അത് അവിടെ വീണ് ചത്തുപോകുന്നു. അപ്പോൾ കാറ്റ് വന്ന് ഇലകളോട് പറയുന്നു, നീ ചിത്രശലഭത്തോട് പറയേണ്ടത് നീ ഒരു പുഴുവായിരുന്നു എന്നല്ല, നീ ഒരു പൂവായി തീരേണ്ടിയിരുന്ന ആളാണ് എന്നാണ്. എത്ര അർത്ഥവത്തായ ഒരു കഥയാണ്. ചിത്രശലഭത്തിന് ഒരു പഴയ കാലമുണ്ട്, അതൊരു പുഴുവിൻ്റേതാണ്. അതിന് എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഇത് സ്വീകരിക്കുന്ന മധുവിലൂടെ പിന്നീട് നടക്കേണ്ട പ്രക്രിയയിലൂടെയൊക്കെയാണ് അത് പൂവായി തീരേണ്ടതാണ്. മനുഷ്യരോടുള്ള പൊതുവെയുള്ള സമീപനങ്ങളും അങ്ങനെയല്ലേ. നമുക്ക് അറിയാവുന്ന ആളുകളെ അവരുടെ കുറ്റങ്ങളോ പഴയകാല വീഴ്ചകളോ ഒക്കെ അറിയാമെങ്കിൽ നമ്മളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പണ്ട് അത് ചെയ്തതാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഭൂതകാലമുണ്ട്. അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സ്, ഹൃദയം എത്ര സങ്കടപ്പെടും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മനുഷ്യരോട് എപ്പോഴും ഉണ്ടാകേണ്ട നിലപാട് എന്താണ്? അവരുടെ കുറവുകളിലേക്ക് നോക്കുകയല്ല, പോയ കാലത്തിലെ വീഴ്ചകളിലേക്ക് നോക്കുകയല്ല, അവർക്ക് മുൻപോട്ട് നടക്കാനുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കുറച്ചുകൂടി പ്രത്യാശയോടെ സ്നേഹത്തോടെ മനുഷ്യരോട് സംസാരിച്ചു തുടങ്ങുക എന്നതാണ് ഈ ക്രിസ്മസ് കാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് മനുഷ്യരെ നോക്കുമ്പോൾ അവരുടെ പഴയ കാലത്തിലേക്കല്ല, അവർ മുൻപോട്ട് നടക്കുന്നതിനെക്കുറിച്ചും അവർ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറും എന്നതിലേക്കുമാകട്ടെ.